രാജ്യതലസ്ഥാനത്തെ പ്രക്ഷുബ്ധമാക്കിയ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പാർലമെന്റ് മാർച്ചിനെ അടിച്ചമർത്തി ഡൽഹി പോലീസ്. പ്രതിഷേധവുമായി പാർലമെന്റിന് സമീപം വരെ എത്തിയ പ്രതിഷേധക്കാർക്ക് നേരെ ലാത്തി വീശിയും കണ്ണീർവാതകം പ്രയോഗിച്ചുമാണ് പോലീസ് നേരിട്ടത്. ജന്തർ മന്ദറിലെ CJPയുടെ സമരപ്പന്തലും പോലീസ് പൊളിച്ചു നീക്കി. പെൺകുട്ടികളെ അടക്കം വലിച്ചിഴച്ച് വാനിൽ കയറ്റിയാണ് പോലീസ് സ്ഥലമൊഴിപ്പിച്ചത്. അതിനിടെ കേന്ദ്രമന്ത്രി JP നദ്ദ CJP നേതാക്കളുമായി ചർച്ച നടത്തി. ആവശ്യങ്ങളിൽ ചർച്ച നടത്തി തീരുമാനം അറിയിക്കാമെന്ന് നദ്ദ ഉറപ്പു നൽകിയതായി CJP വ്യക്തമാക്കി. ഇന്ത്യ മുന്നണി യോഗത്തിൽ CJPയെ ചൊല്ലി കോൺഗ്രസ് CPIM വാക്പോരും ഇന്നുണ്ടായി. CJP സമരം RSS സ്പോൺസേഡ് ആണ് എന്ന് ജയറാം രമേശിന്റെ ആരോപണത്തെ യോഗത്തിൽ ജോൺ ബ്രിട്ടാസ് എതിർത്തു. അതേസമയം നരേന്ദ്രമോദി ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ യുവജന വിരുദ്ധ പ്രധാനമന്ത്രിയാണെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. യുവാക്കളുടെ പ്രതിഷേധത്തെ കയ്യൂക്ക് കൊണ്ട് നേരിടാനാണോ കേന്ദ്ര സർക്കാർ തീരുമാനം? യുവാക്കൾ ഉയർത്തുന്ന പരാതി ന്യായമല്ലേ? കാണാം RD എക്സ്ട്രാ. പാർലമെന്റിലെ വർഷകാല സമ്മേളനം ആരംഭിക്കുന്നതിനാലും CJP പ്രഖ്യാപിച്ച പാർലമെന്റ് മാർച്ചിന്റെ പശ്ചാത്തലത്തിലും ഡൽഹിയിൽ കനത്ത സുരക്ഷയാണ് ഇന്ന് ഏർപ്പെടുത്തിയിരുന്നത്. തുടർന്നാണ് ആയിരക്കണക്കിന് യുവാക്കൾ അണിനിരുന്ന പാർലമെന്റ് മാർച്ചിനെതിരെ പോലീസും കേന്ദ്രസേനയും അക്രമം അഴിച്ചുവിട്ടത്. സുരക്ഷാ സേനകൾ പ്രതിഷേധക്കാരെ ലാത്തികൾ ഉപയോഗിച്ച് മർദ്ദിക്കുകയും പാർലമെന്റ് കവാടത്തിൽ തോക്കു ചൂണ്ടി പ്രതിരോധിക്കുകയും ചെയ്തു. രാവിലെ സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വിവിധ മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടതായും പരാതിയുണ്ടായി. എന്നാൽ മാർച്ചിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലായിരുന്നു CJP സ്ഥാപകൻ അഭിജിത് ദീപ്കയും പ്രതിഷേധക്കാരും. ഇതിനിടെ CJP വക്താക്കളായ സൗരവ് ദാസും അശുതോഷ് റാങ്കയും കേന്ദ്രമന്ത്രി JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തി തങ്ങളുടെ ആവശ്യങ്ങൾ അടങ്ങിയ കത്ത് സമർപ്പിച്ചു. 2 മണിക്കൂറോളം കാത്തുനിന്ന ശേഷമാണ് കൂടിക്കാഴ്ചയ്ക്ക് സമയം ലഭിച്ചതെന്നും 10 മിനിറ്റാണ് തങ്ങളുമായി മന്ത്രി സംസാരിച്ചതെന്നും സൗരവ് ദാസ് എക്സിൽ കുറിച്ചു. വിഷയം സർക്കാരുമായി ചർച്ച ചെയ്യുമെന്ന് ഉറപ്പ് ലഭിച്ചതായും സൗരവ് ദാസ് വ്യക്തമാക്കി. അതേസമയം പാർലമെന്റ് മാർച്ചിൽ പങ്കെടുക്കുന്നതിനായി തന്നെ ആശുപത്രിയിൽ നിന്ന് വിട്ടയക്കണമെന്ന് സോനം വാങ്ചുക് ആശുപത്രി ഡയറക്ടർക്ക് കത്ത് നൽകിയെങ്കിലും അനുകൂല തീരുമാനമുണ്ടായില്ല. RD എക്സ്ട്രാ ന്യൂസ് മലയാളം. പാർലമെന്റിലേക്ക് മാർച്ച് നടത്തിയ CJP പ്രവർത്തകരെ അതിക്രൂരമായാണ് ഡൽഹി പോലീസ് നേരിട്ടത്. ജന്തർ മന്ദറിലെ സമരപ്പന്തൽ പോലീസ് പൂർണ്ണമായി പൊളിച്ചു നോക്കുകയും ചെയ്തു. ആ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം. നരേന്ദ്രമോദി ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ യുവജന വിരുദ്ധ പ്രധാനമന്ത്രിയാണെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ന്യായമായ ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ വിദ്യാർത്ഥികൾക്ക് മറുപടിയായി ലഭിച്ചത് ലാത്തിചാർജും അറസ്റ്റുമാണെന്നും അത് ഇന്ത്യൻ സംസ്കാരമല്ല എന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. Prime Minister Modi is the most anti-youth Prime Minister India has ever had. Tear gassing students, lathi charging students is not democratic. It's not India's way. And it is not the way this should be done. They have legitimate demands. The Prime Minister should accept these demands and do something about it. Everybody is sick and tired of the way our education system is running. Everybody is sick and tired of how the RSS has captured our education system and how all our institutions are being run by one organization. സോനം വാങ്ചുക്കിന്റെ അഭാവത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ഗീതാഞ്ജലി യാങ്മോ പാർലമെന്റ് മാർച്ചിൽ പങ്കെടുത്തു. സമാധാനപരമായി മാർച്ച് നടത്തുന്നതിനെ കുറിച്ചാണ് നിലവിൽ ശ്രദ്ധയെന്നും രാജ്യത്തിന് അത്യന്താപേക്ഷിതമായ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ജാഗ്രത പാലിക്കണമെന്നും ഗീതാഞ്ജലി യാങ്മോ പറഞ്ഞു. 3 बातें बहुत अहम है. आज पहले प्रोटेस्ट पे हम फोकस करेंगे कि ये बहुत शांतिपूर्वक तरीके से हम करें. हम मुद्दे पे फोकस रखें. एजुकेशन का मुद्दा जो इस देश की बहुत ज़रूरत है और सतर्क रहें. ചോദ്യപേപ്പർ ചോർച്ചയിൽ അടക്കം പ്രതിഷേധിച്ച് തെരുവിലിറങ്ങിയ യുവാക്കളെ പോലീസ് ലാത്തി ഉപയോഗിച്ച് മർദ്ദിക്കുകയാണെന്നും യുവജനങ്ങളുടെ ശബ്ദം അടിച്ചമർത്താനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നതെന്നും മല്ലികാർജുൻ ഖാർഗെ ഇന്ന് പാർലമെന്റിൽ ആരോപിച്ചു. स्टूडेंट का मामला है, ये स्टूडेंट का मामला है जो लाखों बच्चों की जो भविष्य है उनके भविष्य के बारे में मैं बात कर रहा हूं और उसके लिए आज यहाँ जंतर मंतर पे हजारों बच्चे वहां पर आए हैं. वहां लाठी चार्ज हो गया है. गवर्नमेंट मारने की कोशिश कर रही है, गवर्नमेंट दबाने की कोशिश कर रही है.
പുനഃപരീക്ഷ നടത്തി ഫലം പ്രസിദ്ധീകരിച്ചതിന് ശേഷവും നീറ്റ് UGC പരീക്ഷയിൽ വിവാദം പുകയുകയാണ്. പോർട്ടലിൽ ആദ്യം കാണിച്ച മാർക്ക് രണ്ടാമത് നോക്കിയപ്പോൾ കുറഞ്ഞുവെന്ന് കാൺപൂരിൽ നിന്ന് പരാതി ഉയർന്നിട്ടുണ്ട്. ആദ്യം കാണിച്ചത് 540 മാർക്കും പിന്നീടത് 167 മാർക്കുമായി എന്നാണ് ആര്യ സിംഗ് എന്ന വിദ്യാർത്ഥിനിയുടെ ആരോപണം. ആൻസർ കീ വെച്ച് കണക്ക് കൂട്ടിയതിനേക്കാൾ വളരെ കുറവ് മാർക്കാണ് പലർക്കും ലഭിച്ചതെന്ന പരാതിയും ഉയർന്നിട്ടുണ്ട്. ആൻസർ കീ പ്രകാരം 640 മാർക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചെന്നും എന്നാൽ 38 മാർക്ക് മാത്രമാണ് ലഭിച്ചതെന്നും ലക്നൗ സ്വദേശി ആരോപണം ഉന്നയിച്ചു. വിഷയം വലിയ ചർച്ചയായതോടെ പരാതികൾ സൂക്ഷ്മമായി പരിശോധിക്കുകയാണെന്നാണ് NTA അറിയിച്ചിരിക്കുന്നത്. ഉത്തരക്കടലാസുകൾ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് പരാതി അറിയിക്കാമെന്ന് NTA പറഞ്ഞിട്ടുണ്ട്. AI നിർമ്മിത ഉത്തരക്കടലാസുകൾ കണ്ടെത്തിയാൽ കർശന നടപടി ഉണ്ടാകുമെന്നുള്ള താക്കീതുമൊക്കെ ഇതിനിടയ്ക്ക് വന്നിട്ടുണ്ട്. സനീഷ്, എന്തായാലും CJPയുടെ സമരം തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതിൽ ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ഒരു പങ്കാളിത്തക്കുറവിനെയൊക്കെ പരിഹസിച്ച് തൽക്കാലം അങ്ങനെ അങ്ങ് മുമ്പോട്ട് പോകാം എന്നാണ് സർക്കാർ ധരിച്ചിരുന്നത്. പക്ഷേ വലിയ പങ്കാളിത്തം ഉണ്ടാവുന്നു. എല്ലായിടത്തും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ അവിടേക്ക് ഒഴുകിയെത്തുന്നു. ഇനിയിപ്പോൾ അവിടേക്ക് പോകാൻ കഴിയാത്ത വിദ്യാർത്ഥികളും ചെറുപ്പക്കാരുമൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വളരെ ശക്തമായ പ്രചാരണത്തിൽ ഏർപ്പെടുന്നു. അങ്ങനെ ഇരിക്കുകയാണ് ഇന്നിപ്പോൾ രൂക്ഷമായ, അതായത് ഡൽഹിയിൽ സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ക്രൂരമായ ആക്രമണം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള നടപടി പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. ഈ മട്ടിൽ ഈ സംഘർഷത്തെയും ഈ പ്രതിഷേധത്തെയും അവസാനിപ്പിക്കാം എന്ന് ഇപ്പോൾ കരുതാനാവുമോ? അല്ല, നിശ്ചയമായിട്ടും അങ്ങനെ സാധിക്കില്ല എന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വളരെ വളരെ ജെന്യൂനായിട്ടുള്ള ഒരു ആവശ്യത്തിൻ്റെ പുറത്ത് നടക്കുന്ന സമരമാണ്. നമുക്കെല്ലാവർക്കും അറിയില്ല. ഇന്നിപ്പോൾ ഈ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട മാധ്യമങ്ങളെന്ന് അവർ സ്വയം കണക്കാക്കുന്ന ദേശീയ തലത്തിലെ ഇംഗ്ലീഷ് മാധ്യമങ്ങളൊന്നും വലിയ തോതിൽ ഈ വാർത്തകൾ കൊടുക്കുന്നില്ല. പിന്നെ കൊടുക്കുന്ന വാർത്തകൾ ചില മാധ്യമങ്ങൾ ഈ CJPക്ക് എതിരായിട്ടാണ് അത്തരം വാർത്തകൾ കൊടുക്കുന്നത്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും മറ്റുമൊക്കെ ഇവരുടെ ഈ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ കവറേജാണ് കൂടുതലായിട്ടും നമ്മൾ കാണുകയും പിന്നെ നമ്മളെപ്പോലുള്ള പ്രാദേശിക മാധ്യമങ്ങൾ, കേരളത്തിലൊക്കെ മാധ്യമങ്ങൾ വേണ്ട പ്രാധാന്യത്തോടെ നൽകുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് ഞാൻ കണ്ടത് ഒരു രക്ഷിതാവ്, ഒരു പിതാവ്, അദ്ദേഹത്തിൻ്റെ മകൻ നീറ്റ് പരീക്ഷയിൽ സംഭവ വികാസങ്ങളെ കൊണ്ടുവന്ന് ആത്മഹത്യ ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഫോട്ടോ കൂടെ ഈ സമരവേദിയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം വന്നിട്ട് പറയുകയാണ്, അതായത് എൻ്റെ മകൻ വളരെ ഗംഭീരമായിട്ട് പരീക്ഷ എഴുതി, ഒരുപാട് കാലം പഠിച്ച് വളരെ ഗംഭീരമായിട്ട് നന്നായിട്ട് എഴുതി, അവൻ വളരെ റിലാക്സ്ഡ് ആയിരുന്നു. അപ്പോൾ നീ കുറച്ച് മാസം ഫ്രീ ആയിട്ടിരിക്കൂ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് പെട്ടെന്ന് ഈ നീറ്റ് പരീക്ഷ റദ്ദാക്കുന്ന നിലയുണ്ടായത്. കുട്ടി ആകെപ്പാടെ മനോവിഷമത്തിലായി ആത്മഹത്യ ചെയ്തു. അപ്പോൾ അദ്ദേഹം പറയാണ്, എനിക്കൊരു മകൻ കൂടെയുണ്ട്, അവനും പഠിക്കുന്ന കുട്ടിയാണ്. ഈ സിസ്റ്റം ശരിയായില്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ എൻ്റെ രണ്ടാമത്തെ മകനെ കൂടെ കൊണ്ട് വളർത്തുക എന്ന വളരെ ജെന്യൂനായിട്ടുള്ളൊരു കൺസേൺ അദ്ദേഹം പറയുകയാണ്. അദ്ദേഹത്തെ പോലെ എത്രയോ രക്ഷിതാക്കൾ, എത്രയോ കുട്ടികൾ, ഇവരെല്ലാവരും BJPക്കെതിരായിട്ടും നരേന്ദ്രമോദിക്കെതിരായിട്ടും വോട്ട് ചെയ്യുന്ന ആളുകളല്ല എന്ന് ഓർക്കണം. BJPക്ക് അനുകൂലമായിട്ടും നരേന്ദ്രമോദിയോട് വലിയ ആരാധനയോടെയും വോട്ട് ചെയ്യുന്ന ആളുകൾ പോലും കുട്ടികളായിട്ടും രക്ഷിതാക്കളായിട്ടും ഉണ്ട്. അവരെ കൂടെയാണ് എന്ന് വെച്ചാൽ ഈ രാജ്യത്തെ മതജാതി വ്യത്യാസമില്ലാതെ, കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ബാധിച്ചൊരു പ്രശ്നമായിട്ട് ഈ നീറ്റ് പരീക്ഷയുടെ പ്രശ്നം മാറി. സ്വാഭാവികമായിട്ടും അതിനകത്ത് തിരുത്തൽ നടപടികൾ എടുക്കുകയും ആ നടപടികൾ ശക്തമായിട്ട് ഞങ്ങൾ സ്വീകരിക്കുന്നതിന് കുറ്റക്കാരായിട്ടുള്ള ആളുകളെ മാറ്റും എന്ന് ഉറപ്പ് കൊടുക്കുന്നതിന് പകരം ഇതിനൊക്കെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് ഈ ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വിദ്യാഭ്യാസ മന്ത്രിയെ മാറ്റുന്നതിന് പകരം നിങ്ങൾ എന്ത് ശക്തമായ സമരം ചെയ്താലും ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വിട്ടുവീഴ്ച ചെയ്യില്ല, നിങ്ങളുടെ കുട്ടികളെ നഷ്ടപ്പെട്ടതിന് ശേഷം നിങ്ങൾ കരഞ്ഞുകൊണ്ട് സമരം ചെയ്താൽ പോലും നിങ്ങൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ല എന്ന അങ്ങേയറ്റം ധാർഷ്ട്യം കലർന്ന നിലപാടാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായിട്ടുള്ള തെളിവ് ഇന്ന് നമുക്ക് ഡൽഹിയിലെ തെരുവുകളിൽ നിന്ന് കിട്ടി. ഈ കുട്ടികളെ മുഴുവൻ വല്ലാത്ത തോതിൽ അടിക്കുകയാണ്. അതായത് ഇത്രയും ദിവസമായിട്ട് ഇവരിങ്ങനെ ഒരു പ്രശ്നവും ഇല്ലാതെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടായപ്പോൾ പോലും അതൊന്നുമില്ലാതെ ഈ കുട്ടികൾ പ്രത്യേകിച്ചൊരു സംഘടിത രൂപമില്ലാത്ത ഒരു ഇന്നലെ മുളച്ചു വന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സംഘടന എന്ന നിലയ്ക്ക് ചെറുപ്പക്കാരെല്ലാം ഇത്രയും ദിവസം ഒരു കുഴപ്പമില്ലാതെ കൊണ്ടുപോയ കാര്യത്തെ അവർ സഹികെട്ടിട്ട് പാർലമെൻറ്റ് സെഷൻ തുടങ്ങുമ്പോൾ അവിടേക്ക് മാർച്ച് നടത്തുമ്പോൾ അതിനകത്തൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് അടിക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് തന്നെയും ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടോ എന്ന് BJPയും അവരെ അനുകൂലിക്കുന്ന ആളുകളും കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്ന ആളുകളും നോക്കട്ടെ. അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സമരത്തിലേക്ക് പോകേണ്ടി വന്നത്? അത് നീറ്റ് സമരം അടക്കമുള്ള ഈ കുട്ടികൾ ആകെപ്പാടെ പ്രതിസന്ധിയിലാകുന്നതുകൊണ്ടാണ്. ഇവരെല്ലാം സ്വന്തം നിലയ്ക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പിതാവിനെ പോലെ സ്വന്തം നിലയ്ക്ക് കുട്ടികൾ ഇങ്ങനെ വളരട്ടെ, വിദ്യാഭ്യാസവുമായിട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് കരുതിയിട്ട് പ്രധാനപ്പെട്ട ഈ നാട്ടിലെ മറ്റ് രാഷ്ട്രീയ സംഭവങ്ങളും സമരങ്ങളൊന്നുമായിട്ട് ഇടപെടാതെ ഒരു മധ്യവർഗ ജീവിതം ജീവിച്ചിരിക്കുന്ന ആളുകളാണ് ഇങ്ങനെ വൻ ക്രൈസിസ് ചെന്ന് പെട്ടുപോയത്. അവർക്ക് മതല്ലാതെ മറ്റു മാർഗ്ഗമില്ല. അതിൻ്റെ ഒരു സംഘടനാ രൂപമായിട്ടാണ് ഈ പറയുന്ന CJP വന്നത്. നമ്മൾ അവരെ തല്ലുന്നത് കണ്ടു. അത് സാധാരണ സമരങ്ങളിൽ പങ്കെടുത്ത് ഇപ്പോൾ കുറേ പിന്നെ AISA, SFI,
പിന്നെ കുറേയേറെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർ, ഇങ്ങനെ കുറേയേറെ ആളുകൾ, പല സംഘടനകളുടെ ആളുകൾ അവിടെ ഇപ്പോൾ ഉണ്ട്. പക്ഷെ അതല്ലാത്ത നേരത്തെ ഒരു സമരത്തിലും പങ്കെടുത്ത് പരിചയമില്ലാത്ത മനുഷ്യരാണ് ഈ പറയുന്ന അവിടെ നിന്ന് തല്ലുകൊള്ളുന്നതെന്ന് ഓർക്കണം. അവരെ അതിഭീകരമായിട്ട് അറ്റാക്കാണ് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് പിന്നെ ഇവർക്ക് ബി ജെ പിക്കുള്ള പ്രശ്നം എന്താണ്? ബി ജെ പിയോട് നേരിട്ട് ബി ജെ പിയുടെ കുഴപ്പങ്ങളെ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ചെയ്യുകയാണെങ്കിൽ ഇതിനകം തന്നെ ഈ പറയുന്ന ബി ജെ പി ഞങ്ങൾക്കെതിരായിട്ട് നിൽക്കുകയാണ്, നരേന്ദ്രമോദിക്കെതിരായിട്ട് നിൽക്കുകയാണ്, ഈ കോൺഗ്രസും CPM അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ പല പ്രശ്നങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയാണെന്ന് പറയുന്ന കാര്യം ഇവരുടെ അടുത്ത് നടക്കില്ല. കാരണം ഇവർ പുതുതായിട്ട് വന്നിരിക്കുന്ന ആളുകളാണ്. പിന്നെ ഈ ബി ജെ പി എന്ന പേരിനോട് അത്രമാത്രം സാമ്യമുള്ള പേരാണ് CJP എന്ന് ആലോചിച്ച് നോക്കൂ. അതിൻ്റെ നേരെ BJP, ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന രാജ്യം ഭരിക്കുന്ന ഈ പാർട്ടിയുടെ നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്നൊരു പാർട്ടിയായിട്ട് CJP വരികയാണ്. അതിൻ്റെ പരിഹാസ രൂപവുമായിട്ടാണ് വരുന്നത്. CJP വളരെ എളുപ്പത്തിൽ രാജ്യത്തെ ജനതയ്ക്ക് ആകെപ്പാടെ പറയാൻ പറ്റുന്നൊരു പേര്, ഒട്ടും BJP നേതൃത്വം സഹിക്കാത്ത ഒരു പേരുമായിട്ടാണ് ഈ ചെറുപ്പക്കാർ വരുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന അങ്ങേറ്റ പരിഹാസ്യവും, എന്നാൽ ഇവർക്ക് BJPക്ക് പെട്ടെന്ന് തന്നെ BJP അറിയാവുന്ന ആളുകൾക്കെല്ലാം പെട്ടെന്ന് പറയാനാകുന്ന ഒരു പേരും കൊണ്ടാണ് ഇവർ വരുന്നത്. അപ്പോൾ ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ ബുദ്ധിമുട്ടാകുമെന്നത് കണ്ട് ഇവരെ അവോയ്ഡ് ചെയ്യാനും അവഗണിക്കാനുമാണ് ആദ്യം ശ്രമിച്ചെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. പക്ഷേ ഈ സമരം ശക്തമായി വരികയും ചെയ്യുകയാണ്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ കേന്ദ്ര സർക്കാരിന് ഈ 10 വർഷക്കാലത്തെ അല്ലെങ്കിൽ 10ലേറെ വർഷക്കാലം നിരവധിയായിട്ടുള്ള പ്രതിപക്ഷ സമരങ്ങൾ ഉണ്ടായപ്പോൾ അതിനെല്ലാം ഇങ്ങനെ വരുന്നു, അതില്ലാതായി പോകുന്നു, അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ പറ്റുന്നു. ഇപ്പോൾ ആം ആദ്മി പാർട്ടി വരുന്നു, അവരെ ഇല്ലാതാക്കാൻ പറ്റുന്നു, ജയിലിൽ പിടിച്ചിടാൻ പറ്റുന്നു. പലവിധമായിട്ടുള്ള ഈ സംഘടനാ ശക്തി കൊണ്ടും ഈ രാഷ്ട്രീയമായിട്ട് അധികാര ശക്തി കൊണ്ടും ഒക്കെ പല വിധത്തിൽ ഈ സമരങ്ങളെ, പ്രതിപക്ഷ സമരങ്ങളെ ഇല്ലാതാക്കാൻ ഇവർക്ക് സക്സസ്ഫുള്ളി സാധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് അതിപ്പോഴും സാധിക്കും എന്നാണ് വിചാരിക്കുന്നത്. ഇവിടെ ഈ കേന്ദ്ര സർക്കാരും BJP അടക്കമുള്ള സർക്കാരിന് പിന്നിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ മാത്രമല്ല ഈ സമരത്തിനെതിരെ നിൽക്കുന്നത്, അത് കോൺഗ്രസ് കൂടെയാണ് നമ്മൾ കാണുന്നുണ്ട്. ഞാനിത് CJP എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം, ഈ പറയുന്ന ഈ ഒരു സർക്കാസ്റ്റിക് ആയിട്ടുള്ള ഈ പേജ് ആദ്യമായിട്ട് വന്നപ്പോൾ അവരുടെ പാട്ടുകളും മറ്റും ആദ്യമായിട്ട് ഷെയർ ചെയ്ത് കണ്ട ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്ലാറ്റ്ഫോം യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പേജായിരുന്നു, ഇൻസ്റ്റാഗ്രാമിലെയും മറ്റും. പക്ഷേ അവർ വളരെ പെട്ടെന്ന് അതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന നില നമ്മൾ കണ്ടു. യൂത്ത് കോൺഗ്രസ്സുകാർക്കും ഒക്കെ കേരളത്തിലെ അടക്കമുള്ള ആളുകൾക്ക് CJPയുടെ സമരത്തോട് അനുഭാവപൂർണ്ണമായ നിലപാടുണ്ട്. പക്ഷേ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് രാഹുൽ ഗാന്ധി, ഈ രാജ്യത്ത് തന്നെയും ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇതേക്കുറിച്ച് എന്തെങ്കിലും, ആ പേര്, ആ പാർട്ടിയുടെ ആ സംവിധാനത്തിൻ്റെ പേര്, അഭിജിത്ത് ദീപ്കെ എന്ന നേതാവിൻ്റെ പേര്, സോനം വാങ്ചുക്കിൻ്റെ പേര് പറഞ്ഞായിട്ട് കേട്ടിട്ടുണ്ടോ? ഇവിടെ ഇത്രയും വലിയ പ്രൊട്ടസ്റ്റ് നടക്കുമ്പോൾ, അതായത് നമ്മുടെ ഭാവിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചെറുപ്പക്കാരുടെ ആശാകിരണമായിട്ടുള്ള ഈ നീറ്റ് പരീക്ഷയിൽ ഇത്രയും വലിയ കുഴപ്പമുണ്ടായപ്പോൾ അതിനെതിരെ രാജ്യത്തൊരു പ്രത്യേക സമരം ഉണ്ടായിട്ട് വരുമ്പോൾ രാഹുൽ ഗാന്ധി എവിടെയായിരുന്നു? ഇവിടെ ഉണ്ടായിരുന്നേ ഇല്ല. രാഹുൽ ഗാന്ധി വിദേശത്ത് എവിടെയായിരുന്നു? ഒരക്ഷരം അദ്ദേഹം മിണ്ടാൻ തയ്യാറായിട്ടില്ല. അദ്ദേഹമാണ് ഈ പ്രതിപക്ഷത്തിൻ്റെ സമരങ്ങളുടെയും രാജ്യത്തെ ഭാവിയുടെയും ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു നേതൃരൂപം എന്നാണ് പൊതുവിൽ കണക്കാക്കപ്പെടുന്നത്. പക്ഷേ അദ്ദേഹം ഇതേക്കുറിച്ച് മിണ്ടാനേ തയ്യാറാവുന്നില്ല. അത് ഞാൻ വിചാരിക്കുന്നത് ആം ആദ്മി പാർട്ടിയൊക്കെ ഇവരുടെ ശൂന്യതയിൽ നിന്നാണ് ആം ആദ്മി പാർട്ടിയൊക്കെ ഉണ്ടായി വന്നത്. ആം ആദ്മി പാർട്ടി ഡൽഹിയിലൊക്കെ ഉണ്ടാകുന്ന ക്ഷീണം പോലെ പുതിയൊരു സംവിധാനം തങ്ങൾക്കെതിരെ വരണ്ട എന്ന് കരുതിയിട്ട് കൂടി ആയിരിക്കണം രാഹുൽ ഗാന്ധി ആ നിലപാടെടുക്കുന്നത്. പക്ഷേ അവിടെ നിന്നും കടന്നിട്ട് ഇന്നിപ്പോൾ ഈ ജോൺ ബ്രിട്ടാസിനോട് ഇദ്ദേഹം, ജയറാം രമേശ്, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ബുദ്ധിജീവിയായിട്ടുള്ള ആൾ, ഇത് RSSൻ്റെ സമരമാണ് എന്ന് പറഞ്ഞതായിട്ട് ഒരു വാർത്ത നമ്മൾ വന്നു. ജോൺ ബ്രിട്ടാസ് ഇങ്ങോട്ട് വന്ന് പറഞ്ഞാലേ കൃത്യമായിട്ട് നമുക്കറിയൂ. പക്ഷേ അത് ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു RSSൻ്റെ സമരമാണെന്ന് പറഞ്ഞ് ഇതിനെ, എന്ന് വെച്ചാൽ RSSൻ്റെ സമരമാണെങ്കിൽ ഇങ്ങനെയും ചിന്തിക്കാം. RSSൻ്റെ സമരമാണ് കേന്ദ്ര സർക്കാരിനെതിരായിട്ടും നീറ്റ് വിഷയത്തിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുള്ള CJPയുടെ സമരമെങ്കിൽ RSSന് പോലും അങ്ങനെ ഒരു സമരത്തെ പിന്തുണയ്ക്കേണ്ടി വന്നിരിക്കുന്നു എന്ന രാഷ്ട്രീയ സാഹചര്യം ഉണ്ടെന്ന് ഒരാംഗിളിലൂടെ കാണാം. പക്ഷേ RSSൻ്റെ സമരമാണെന്ന് പറഞ്ഞിട്ട് ഇതിനെ ഒറ്റപ്പെടുത്താൻ എന്ന് വെച്ചാൽ BJPയും കേന്ദ്ര സർക്കാരും ഇതിനെ എതിർക്കുകയാണ്. CJPയുടെ എന്നല്ല, ഈ സമരത്തെ എതിർക്കുകയാണ്. RSS എന്ന് പറഞ്ഞിട്ട് പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസും എതിർക്കുകയാണ്. ബാക്കി ചെറിയ പാർട്ടികളാണ് ഇവർക്ക് പിന്തുണ നൽകുന്നത്. ചെറിയ നേതാക്കൾ അത് പക്ഷേ വലുതായി വരികയാണ് എന്നത് കാണുകയാണ്. അപ്പോൾ ഇതിന് കിട്ടുന്ന പിന്തുണ വല്ലാത്ത തോതിലാകുന്നു എന്ന് കാണുന്ന രാഷ്ട്രീയ സംവിധാനം, ഭരണ സംവിധാനം, വരൂ നമുക്ക് ചർച്ച ചെയ്യാമെന്ന് ഒരു ഭാഗത്തോടെ വിളിക്കുകയും ഇവരെ ഈ പാർലമെൻറ്റ് ഇതിനകത്ത് ഇടപെടാതെ ഒരു ചർച്ചയ്ക്ക് പോലും ഈ ദിവസം വരെയും വിളിക്കാതെ അവരെ ഈ പാർലമെൻറ്റ് സമരത്തിലേക്ക് അനൗൺസ് ചെയ്യുന്നതിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ട്, നിർബന്ധിതമാക്കുകയും ചെയ്തിട്ട് അവർ ആ സമരത്തിലേക്ക് പോയപ്പോൾ അവരെ തല്ലി ഓടിക്കുന്ന നിലയാണ് ഉണ്ടായിരിക്കുന്നത്. വല്ലാതെ തല്ലി ഓടിച്ചാൽ സംഘടനാപരമായിട്ട് നേരത്തെ പ്രവർത്തന പരിചയമൊന്നുമില്ലാത്ത ആളുകൾ പിരിഞ്ഞു പോയിക്കോളും എന്ന് കേന്ദ്ര സർക്കാർ വിചാരിക്കുന്നുണ്ടാകണം. ഇനിയിപ്പോൾ അങ്ങനെ അടിച്ച് തല്ലി ഓടിച്ച് ഇന്ന് സത്യത്തിൽ ആ വിഷ്വൽ ഈ പാർലമെൻറ്റ് സ്ട്രീറ്റിലായതുകൊണ്ട് സ്വാഭാവികമായിട്ട് അവിടെ സുരക്ഷ കൂടുതലുണ്ടാവുമല്ലോ. സമരമായിട്ട് ആളുകൾ ഓടി വരുമ്പോൾ തോക്കും പിടിച്ച് നിൽക്കുന്നതിന് നമുക്ക് രാജ്യത്തിൻ്റെ സുരക്ഷയെ കരുതി, പാർലമെൻറ്റ് ചില സംവിധാനങ്ങൾ കരുതി പൂർണ്ണമായിട്ട് തള്ളിക്കളയുക സാധ്യമല്ല. പക്ഷേ അങ്ങനെ തോക്കും പിടിച്ചിട്ട് ഈ ചെറുപ്പക്കാർക്ക് നേരെ നിൽക്കുന്ന നമ്മുടെ രാജ്യത്തെ യുവജനങ്ങൾക്ക് നേരെ വളരെ ജെനുവിനായിട്ടുള്ളൊരു കേസിൽ മുന്നോട്ട് വരുന്ന, ഒരു കോസിൽ മുന്നോട്ട് വരുന്ന സമരക്കാർക്ക് നേരെ നമ്മുടെ രാജ്യത്തിൻ്റെ പോലീസും പട്ടാളവും തോക്കും പിടിച്ച് നിൽക്കുന്ന ഈ നില അങ്ങേയറ്റം ദുഃഖഭരിതമാണ്. ആ ദുഃഖഭരിതമായ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരും BJPയും ഇങ്ങനെ നിൽക്കുന്നു.
ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള പ്രതിപക്ഷ പാർട്ടിയായിട്ടുള്ള കോൺഗ്രസ് ഇതേക്കുറിച്ചിട്ട് പുറംതിരിഞ്ഞു നിൽക്കുകയും അതിനെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് ഇങ്ങനൊരു സംഭവം കണ്ടിട്ടേ ഇല്ല എന്ന് നിലപാടെടുക്കാൻ നിൽക്കുന്നു. അവിടെ പോകുന്നത് CPM ഉം CPI ഉം പോലുള്ള ചെറിയ പാർട്ടികളുടെ നേതാക്കൾ, മറ്റ് അഖിലേഷ് യാദവിൻ്റെയും മറ്റുമൊക്കെ മമതാ ബാനർജിയുടെ ഒക്കെ പാർട്ടിയിൽ നിന്നുള്ള ആളുകൾ, പിന്നെ മറ്റു ചെറുപ്പക്കാരൊക്കെ അവിടെ വന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു വലിയ പ്രൊട്ടസ്റ്റായിട്ട് വളർന്നിട്ട് കേന്ദ്ര സർക്കാരിനെതിരെ വലിയ ഭീഷണിയാകുമോ എന്ന് എനിക്കിപ്പോഴും അങ്ങനെയൊരു തോന്നലൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരം സമരങ്ങളെ സക്സസ്ഫുള്ളി ഇല്ലാതാക്കാനും ഇത്തരം സമരങ്ങൾ കൊണ്ട് കുറേ രോഷം അങ്ങ് ഔട്ടായി പോവുകയാണെങ്കിൽ പോട്ടെ, അതിനനുസരിച്ച് കുറച്ചവരെ ഫ്രീ ആയിട്ട് വിടുക. പിന്നീട് ഒരു ഘട്ടത്തിന് ശേഷം വല്ല അർബൻ നക്സൽസിൽ നിന്നോ അല്ലെങ്കിൽ ഇവർ പാകിസ്ഥാൻ്റെ സഹായം മേടിച്ച് നിൽക്കുന്നവരാണെന്നോ ചൈന സഹായം വാങ്ങിച്ച് നിൽക്കുന്നവരാണോ എന്നോ പറഞ്ഞിട്ട് അടിച്ചോടിച്ചാൽ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വെടിപൊട്ടിച്ചാൽ ഇത്തരം സമരങ്ങളെ ഇല്ലാതാക്കാൻ പറ്റും എന്നൊരു വിചാരത്തിൽ കൂടിയാണ് കേന്ദ്ര സർക്കാർ ഇതുവരെ മുന്നോട്ട് പോയത്. അത് സക്സസ്ഫുള്ളി അങ്ങനെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുണ്ട്. ഇത്തവണ ഇതിനാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ പ്രതിപക്ഷത്തിൻ്റെ വലിയ പാർട്ടികളുടെ പിന്തുണയൊന്നുമില്ല. പക്ഷേ ഇതുണ്ടാക്കുന്ന ഒരു വിശ്വാസ്യതാ നഷ്ടം വളരെ വളരെ വലുതാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അതായത് ഒരു കേന്ദ്ര സർക്കാർ ഇത്രയും വലിയ പിഴവ് ഇത്ര പ്രധാനപ്പെട്ടൊരു പരീക്ഷയിലടക്കം വന്നിട്ട് ഈ ചെറുപ്പക്കാരാകെ തന്നെയും ആരും സംഘടിപ്പിക്കാതെ ഉയർന്നു വന്നിട്ട് അവരുടെ രോഷം പ്രകടിപ്പിക്കുമ്പോൾ അതിനെ പോസിറ്റീവായിട്ട് കണ്ടിട്ട് വരൂ നമുക്ക് സംസാരിക്കാമെന്ന് പറയുന്നതിന് പകരം ഇതിനെ ഇങ്ങനെ എത്രമാത്രം തല്ലി ഓടിച്ചാൽ ഇവിടെ ചെന്ന് അവസാനിക്കും എന്ന് ആശങ്കപ്പെടുന്ന ഒരു സാധാരണ പൗരനാണ് ഞാൻ. ഇത് യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി അടക്കമുള്ള ആളുകൾ ഇവരോട് സംസാരിക്കേണ്ടതാണ്, ഈ സമരത്തെക്കുറിച്ച് പറയേണ്ടതാണ്, അല്ലെങ്കിൽ ഒരു വാക്ക് കൊടുക്കേണ്ടതാണ്. എന്നിട്ട് രാജ്യത്തിനാകെ തന്നെയും, സമരം ചെയ്യുന്ന ആളുകൾക്ക് മാത്രമല്ല, രാജ്യത്തിനാകെ തന്നെയും ഇല്ല പ്രധാനമന്ത്രി അടക്കമുള്ള ആൾ ഇതിനകത്ത് കൺസേൺഡ് ആണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഒരു ജനാധിപത്യ രാജ്യത്ത് സംഭവിക്കേണ്ടത്. ഇതിപ്പോൾ പ്രധാനമന്ത്രി അങ്ങനെ സംഭവിക്കുന്നില്ല, കേന്ദ്രത്തിനെതിരായുള്ള സമരമായതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് അത്ര പോലും ഉണ്ടെന്നില്ല എന്നുള്ളത് അങ്ങേയറ്റം ദുഃഖകരമായിട്ടൊരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കുട്ടികൾക്കെല്ലാം ഇങ്ങനെ തല്ലുകൊള്ളുമ്പോൾ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇത് കടന്നു പോകട്ടെ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പലരും ഈ പറയുന്ന സാധാരണമായ വീടുകളിൽ, ഇപ്പോൾ ഈ അഭിജിത്ത് ദീപ്ക തന്നെ അവിടെ വിദേശത്ത് വളരെ നന്നായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അയാളുടെ വീട്ടുകാർ ഇപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങേയറ്റം വലിയ വേവലാതിയിലായിരിക്കും. ഇതൊരു സംഘടിതമായിട്ട് വലിയ പാർട്ടി സമരങ്ങളൊക്കെ നടത്തി പരിചയമൊന്നും ഇല്ലാത്ത ആളുകൾ ഇത്ര വലിയൊരു ഫോഴ്സിനെതിരെ പ്രതിപക്ഷ പാർട്ടിയുടെ പോലും പിന്തുണയില്ലാതെ, കോൺഗ്രസിൻ്റെ പോലും പിന്തുണയില്ലാതെ ഇങ്ങനെ നിൽക്കുമ്പോൾ അതൊരു അങ്ങേയറ്റം സങ്കടകരമായിട്ടുള്ള എന്താണ് സംഭവിക്കുക നാളെ എന്ന തോന്നലും ഭയം ഉണ്ടാക്കുന്നതാണ് എനിക്ക്. തീർച്ചയായും ഇതിനകത്ത് ഈ 3 ദിവസം മുമ്പ് ഇവിടെ മാഞ്ഞാലി പാലത്തിൽ നിന്നൊരു പെൺകുട്ടി, 18 വയസ്സുള്ള പെൺകുട്ടി ഈ പാലത്തിൽ നിന്ന് താഴേക്ക് ചാടി, വെള്ളത്തിൽ ചാടി ആത്മഹത്യാശ്രമം നടത്തി. രാജേഷ് എന്ന് പറഞ്ഞൊരു ബസ് ഡ്രൈവറാണ് അവിടെ നിന്ന് ഈ പെൺകുട്ടിയെ രക്ഷിച്ച് കരയ്ക്ക് എത്തിച്ചത്. ആ വാർത്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് ആ കുട്ടിയെ രക്ഷിച്ചു, ഒരു ഡ്രൈവർ ചാടി രക്ഷിച്ചു, 100 മീറ്റർ നീന്തി കരയ്ക്ക് കയറ്റി എന്നുള്ളതാണെങ്കിൽ എല്ലാ വാർത്തകളുടെയും അവസാനത്തെ വരിയെ നോക്കൂ. എന്തിനാണ് ആ കുട്ടി ചാടിയത്? നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളിലാണ്. അതായത് അത് പ്രതീക്ഷിച്ച മട്ടിൽ അതിന് പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, മാർക്ക് കുറഞ്ഞിട്ടുണ്ട്. അതാണ് ആ ആത്മഹത്യാശ്രമത്തിൻ്റെ അടിസ്ഥാന കാരണം. ഇത് നമ്മുടെ ഇവിടെ മാഞ്ഞാലിയിൽ സംഭവിച്ചതാണെന്ന് ഓർക്കണം. ഇങ്ങനെ ഈ ഏറ്റവും മികച്ച രീതിയിൽ 2ാമത് പരീക്ഷ നടത്തി രക്ഷിച്ചെടുത്തു ഈ നീറ്റിനെ എന്ന മട്ടിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നുണ്ടല്ലോ. ആ പരീക്ഷയുടെ കാര്യമാണ് ഇപ്പോൾ ഈ പറയുന്നത്. 600 മാർക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിടത്ത് 38 മാർക്കേ കിട്ടുന്നുള്ളൂ, അല്ലെ 500 മാർക്ക് കിട്ടുന്നിടത്ത് പ്രതീക്ഷിക്കുന്നിടത്ത് 38 മാർക്കേ കിട്ടുന്നുള്ളൂ എന്ന തരത്തിലുള്ള ആരോപണങ്ങളും പ്രശ്നങ്ങളുമാണ് അതിനെക്കുറിച്ച് വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ആത്മഹത്യാശ്രമങ്ങൾ. ഇപ്പോൾ ഇവിടെ സുശീൽ ധാഗെ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഇതിനുശേഷം ഈ പരീക്ഷയ്ക്കും ശേഷമാണ് ആത്മഹത്യ ചെയ്യുന്നത്. അതുപോലെ അതിന് തൊട്ട് മുമ്പ് ഈ ഒരാൾ മാത്രമല്ല കേട്ടോ, ഇങ്ങനെ ഈ ആത്മഹത്യകൾ ഇതിൻ്റെ ഭാഗമാണ് എന്ന മട്ടിൽ അതങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ 2ാമത്തെ പരീക്ഷയ്ക്ക് ശേഷവും ആദ്യത്തെ പരീക്ഷ തന്നെ എത്ര വിദ്യാർത്ഥികളുടെ പ്രതീക്ഷകളാണ് നശിപ്പിച്ചതെന്ന് ഓർക്കണം. അവിടെ വന്ന് നിൽക്കുന്ന രക്ഷിതാക്കൾ പലരും പറയുന്നുണ്ട്, അതായത് വളരെ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ എത്തിയ സാധാരണക്കാരായ രക്ഷിതാക്കളാണ്. അല്ലാതെ അവരെല്ലാം അവിടെ പോയി സമരം ചെയ്യുന്ന നീറ്റ് ഒരു പ്രശ്നമാവുന്നത് ആർക്കാണ്? സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് തന്നെയാണ്. അപ്പോൾ അവിടെ ആ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ പിതാക്കന്മാരൊക്കെ പലരും വന്ന് നിന്നിട്ട് പറയുന്നത് ഇവരെല്ലാം ലോൺ എടുത്താണ് അതും പഠിക്കാൻ പോയിരിക്കുന്നത്. 2 ലക്ഷവും 3 ലക്ഷവും ഒക്കെ ലോൺ എടുത്ത് പഠിക്കുന്നത്, അത് വലിയ തുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. അതിനുശേഷമാണ് ഈ വലിയ തിരിച്ചടി നേരിടുന്നത്. അപ്പോൾ പല കുട്ടികളും ആത്മഹത്യയിലേക്ക് അങ്ങ് പോവുകയാണ്, മറ്റൊരു ആലോചന ഇല്ലാതെ.
3 സിനിമ തമിഴിൽ മാത്രം ഈ നീറ്റ് ആത്മഹത്യകളുമായി ബന്ധപ്പെട്ട് നീറ്റ് പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് ഓർക്കണം. അതപ്പോൾ അത്രയും ഗൗരവമുള്ള ഒരു വിഷയമായതുകൊണ്ടാണല്ലോ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഹിന്ദിയിൽ സിനിമകൾ ഇത്തരം മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട് നേരിട്ട് നീറ്റ് എന്ന് പറയുന്നില്ലെങ്കിലും ഇതൊക്കെ തന്നെ ഉദ്ദേശിച്ച് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇന്ത്യ മുഴുവൻ നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ പ്രശ്നമായി മാറി. അതിനെ അങ്ങനെ ആക്കി തീർത്തു. 2017 ശേഷം മാത്രം ഏതാണ്ട് 125 പേരുടെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തന്നെ ഈ നീറ്റ് 125 മുകളിൽ ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. വിദ്യാർത്ഥികളുടെ ആത്മഹത്യകൾ അതിനേക്കാളൊക്കെ വലിയ തോതിൽ പെരുകിയിട്ടുണ്ട്. മറ്റൊരു തരത്തിൽ ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം ഇതെല്ലാം വിദ്യാർത്ഥികളെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനെ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാനുള്ള ഇടപെടലല്ലേ വേണ്ടത്. ഈ സമരം നടക്കുന്നത് എന്തിനാണ്? ഈ ഭരണകൂടത്തെ അട്ടിമറിക്കാനാണോ? അല്ല. അവർക്ക് ഒരൊറ്റ ആവശ്യം തരുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. ഒരു ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഒരു ചർച്ചയ്ക്കെങ്കിലും വിളിച്ചിരുന്നെങ്കിൽ ഈ മട്ടിൽ ഈ സമരം മാറില്ല. പക്ഷേ അതിന് ധാർഷ്ട്യം, അതല്ലെങ്കിൽ ഒരു സമഗ്രാധിപത്യ സർക്കാരിൻ്റെ സ്വഭാവം പൂർണ്ണമായി കാണിക്കുന്നു എന്നുള്ളതാണ് അതിനകത്തെ പ്രശ്നം. അപ്പോൾ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് തയ്യാറല്ല. അങ്ങനെ ഇപ്പോൾ ഇന്നാണ് JP നദ്ദ ഒരു ചർച്ചയ്ക്ക് തയ്യാറായിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കുന്നത് സംഘർഷത്തിലേക്കൊക്കെ കടന്നതിന് ശേഷം. ഇനി സമരം ചെയ്യുന്നവർക്കെതിരെ പതിവായി നുണപ്രചാരണം നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ മാധ്യമങ്ങളുടെ തന്നെ പൊതുരീതി, ഒരു നിലപാട്. പ്രത്യേകിച്ച് ഈ കുറേ ഹിന്ദി മാധ്യമങ്ങളും കുറേ ഇംഗ്ലീഷ് മാധ്യമങ്ങളും പിന്നെ കുറേ യൂട്യൂബ് ചാനലുകളും എല്ലാം ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരെ കൂടി ഇത് പറഞ്ഞു പോകാതിരിക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ് ഇത് സനീഷ്. അതായത് വെറും മരത്തലയന്മാരായ കുറേ മാധ്യമപ്രവർത്തകർ അവിടെ ഡൽഹിയിൽ വന്നിറങ്ങിയിട്ട് ഇന്ന് ABP ലൈവ് എന്ന് പറയുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട മാധ്യമ സ്ഥാപനമാണെന്ന് ഓർക്കണം. അതെ, അഭിജിത്ത് ദീപ്കയോട് ചോദിക്കുകയാണ്, നിങ്ങളിവിടെ തെറ്റായ മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു, മോശം മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നു. അപ്പോൾ അഭിജിത്ത് ദീപ്ക ചോദിച്ചു, എന്താണ് ആ മുദ്രാവാക്യം? നിങ്ങൾ പറയൂ, ഞങ്ങൾ വിളിച്ച ശരിയല്ലാത്ത മുദ്രാവാക്യമാണ് ഇൻകുലാബ് സിന്ദാബാദ് എന്ന് വിളിച്ചു എന്നുള്ളതാണ്. അതായത് ഇതാണ് ഒരു ബോധനിലവാരം അവിടെ നിൽക്കുന്ന പല മാധ്യമപ്രവർത്തകരുടെയും. ഇത് കേരളത്തിലെ ഒരു ചാനലിൻ്റെ മുൻ മേധാവി ഇവിടെ 1-2 സിനിമാക്കാരൊക്കെ ഈ സിനിമയ്ക്ക് ഈ ഇതുണ്ടല്ലോ ഈ സമരത്തിന് പിന്തുണയുമായി ഇറങ്ങി തിരിച്ചല്ലോ. അവർ പിന്തുണ പ്രഖ്യാപിച്ചു. പ്രഖ്യാപിച്ചപ്പോൾ അവരെ ഉപദേശിക്കാൻ ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനത് ശ്രദ്ധിച്ചപ്പോൾ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോനം വാങ്ചുക്ക് ചൈന ഇവിടേക്ക് കടന്നു കയറിയാൽ അവർക്ക് വേണ്ട പിന്തുണ കൊടുക്കും എന്ന് പറഞ്ഞയാളാണെന്നുള്ള പച്ച നുണ എഴുതി വെച്ചിരിക്കുകയാണ്. ശരി. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഏതോ ഒരു സംഭാഷണ ഭാഗത്ത് നിന്ന് അവിടെ ഇവിടെയും വെട്ടി, അതായത് വേറൊരാൾ പറഞ്ഞതിനെക്കുറിച്ച് പറയുന്നത് കട്ട് ചെയ്തിട്ട് പ്രചരിപ്പിക്കുകയാണ്. സോനം വാങ്ചുക്ക് പറഞ്ഞാണ് അത് പതിവ് പരിപാടി. ഇത് പ്രചരിപ്പിച്ചിട്ട് കണ്ടോ സോനം വാങ്ചുക്ക് രാജ്യദ്രോഹിയാണ് എന്നുള്ളത് പ്രചരിപ്പിക്കുകയായിരുന്നു. ഈ സർക്കാരിനെ പിന്തുണച്ചിട്ടുള്ള ആളാണ് സോനം വാങ്ചുക്ക്. ഒന്ന് ഓർക്കണം, ഈ സർക്കാരിനെ പിന്തുണച്ചിട്ടുള്ള ആളാണ്. അയാളെ രാജ്യദ്രോഹിയാക്കാൻ സെക്കൻഡുകൾ വേണ്ടി വന്നില്ല ഇവർക്ക് എന്നുള്ളത് ഓർക്കണം. കേരളത്തിൽ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട ചാനൽ മേധാവി ഇരുന്നിട്ട് ഈ വ്യാജ പ്രചാരണത്തിന് നേതൃത്വം കൊടുക്കുക, അതാണ് അവസ്ഥ. ഇനി MA ബേബി, CPIഎമ്മിൻ്റെ ജനറൽ സെക്രട്ടറി MA ബേബി അവിടെ സോനം വാങ്ചുക്കിനെ കാണാൻ പോയതിനു ശേഷം അവിടെ ആ ദിവസത്തെ പരിപാടിയിൽ ഈ ചൈനീസ് നയതന്ത്ര പ്രതിനിധിയുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച എന്തോ ഉണ്ടായിരുന്നു. ഒരു ദിവസം മുഴുവൻ റിപ്പബ്ലിക് ചാനലിൽ വട്ടം ഇട്ടിരിക്കുകയാണ് MA ബേബിയുടെ തല. എന്താണ്? ചൈനീസ് ചാരനാണെന്നും പറഞ്ഞിട്ട്. എന്താണ് എന്നിട്ട് ഒരു റിപ്പോർട്ടർ, റിപ്പബ്ലിക്കിൻ്റെ ഒരു റിപ്പോർട്ടർ പണ്ട് ശശി തരൂരിന് പിന്നാലെ നടന്നതുപോലെ ബേബിയുടെ പിന്നാലെ നടക്കുകയാണ്. എന്താണ് നിങ്ങൾക്ക് ചൈന ബന്ധം, എന്താണ് നിങ്ങളുടെ ചൈന ബന്ധം എന്ന് ചോദിച്ചിട്ട്. എനിക്ക് MA ബേബി ആയതുകൊണ്ടും സമാധാനകാംക്ഷി ആയതുകൊണ്ടും വെറുതെ വിട്ടു എന്നേ പറയാൻ പറ്റുള്ളൂ. ഈ തരം മാധ്യമപ്രവർത്തകരാണ്. അതായത് എന്താണ് അവരെക്കുറിച്ച് നമുക്ക് പറയുക. ഇനി വേറെ കുറേ പേർ ഇറങ്ങിച്ച യൂട്യൂബ് ചാനലുകൾ, കേരളത്തിലൊക്കെ കാണുന്ന ചില യൂട്യൂബ് ചാനലുകൾക്ക് സമാനമായത് ഹിന്ദിയിലും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ CJP സമരത്തിലൂടെയാണ് കൂടുതൽ മനസ്സിലാക്കുന്നത്. അവിടെ വന്നിട്ട് ഈ വിവരക്കേട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് ഒരു മാധ്യമ പ്രവർത്തക എന്ന രൂപത്തിൽ അവിടെ വന്ന് നിന്നിട്ട് തെറ്റായ കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോൾ അവിടെ പ്രതിഷേധം ഉണ്ടാകും, സംഘർഷം ഉണ്ടാകും. ഈ ആളുകളെ ഇറക്കി വിട്ടിരിക്കുന്നത് പോലും, അതായത് ഒരു സമരം നടക്കുന്നതിനിടയ്ക്ക് ചെന്ന് നിന്നിട്ട് ആ സമരത്തിനെതിരെ ഇങ്ങനെ നിരന്തരം നുണപ്രചാരണം ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന മട്ടിൽ നടത്തിക്കൊണ്ടിരിക്കുക. സ്വാഭാവികമായിട്ടും അവിടെ ഒരു സംഘർഷം ഉണ്ടാകും. ഒരു സംഘർഷമാണ് ഭരണകൂടത്തിനും വേണ്ടത്. അതുതന്നെയാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഡൽഹി പോലീസിൻ്റെ പ്രതിനിധികൾ മാധ്യമപ്രവർത്തകരുടെ വേഷം കിട്ടിയതിനകത്ത് നിന്നിട്ട് വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ നടക്കുകയാണ്. അപ്പം ഡൽഹി പോലീസിൻ്റെ പ്രതിനിധികൾ, അവിടുത്തെ ചില മാധ്യമപ്രവർത്തകർ തന്നെ കണ്ടെത്തി അത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്, ഇത് മാധ്യമപ്രവർത്തകയല്ല, ഇത് ഡൽഹി പോലീസിൻ്റെ ആളാണ് എന്നുള്ളത്.
അപ്പോൾ ആ സമരത്തെ അങ്ങനെ തകർക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് അതായത് എല്ലാ വിദ്യാർത്ഥികളുടെ അല്ലെങ്കിൽ എല്ലാ ചെറുപ്പക്കാരുടെയും ഇന്ത്യ മുഴുവൻ കത്തുന്ന ഒരു പ്രശ്നമായി എത്രത്തോളം മാറും എന്നുള്ള കാര്യത്തിൽ സനീഷ് പറഞ്ഞ പോലെ എനിക്ക് സംശയമുണ്ട്. കാരണം നമ്മൾ ഇന്ത്യ തന്നെ ഈ നീറ്റ് പരീക്ഷയിലേക്ക് എത്തുന്ന നീറ്റ് പരീക്ഷ എന്താണെന്നറിയാവുന്ന ആളുകളുടെ എണ്ണം തന്നെ വളരെ ചുരുക്കമാണ്. അപ്പോൾ അവർക്കിടയിലാണ് ഇതൊരു പ്രശ്നമായി നിൽക്കുന്നത്. പക്ഷേ ഒരു മധ്യവർഗ സ്വഭാവത്തിലുള്ള ആളുകൾക്കും അതിന് താഴേക്ക് നിൽക്കുന്ന ആളുകളുടെയും ഇടയിൽ നിരന്തരം ഇത് ചർച്ചയാകുകയും ചെറുപ്പക്കാരുടെ ഇടയിൽ ചർച്ചയാകുകയും ചെയ്യുമ്പോൾ അതിന് വേറൊരു സ്വഭാവം കൈവരും. സോഷ്യൽ മീഡിയയിൽ ഇത് പിന്നെ ഈ സർക്കാർ ഇപ്പോൾ ഇത്രയും അസ്വസ്ഥമാകാനും സോനം വാങ്ചുക്ക് മാറിയ ഉടനെ തന്നെ തല്ലി ഓടിക്കാനും ഇങ്ങനെ തീരുമാനിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയയിൽ വലിയ സാന്നിധ്യമായി, അതായത് ഡൽഹിയിൽ ജന്തർ മന്ദറിൽ നടക്കുന്ന സമരത്തിനപ്പുറം അത് സാന്നിധ്യം അറിയിക്കാൻ സോഷ്യൽ മീഡിയയിൽ ഈ സമരത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതൊരു പ്രശ്നമാണ്. ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊരു കൊച്ചിയിൽ നിന്നൊരു ചെറുപ്പക്കാരൻ്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ രാവിലെ അച്ഛൻ്റെ പ്രതികരണം അടക്കമാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഡൽഹിക്ക് പോവുകയാണ് അച്ഛൻ, ഒരു കാരണവശാലും ഇപ്പോൾ പോകരുത്, ഇപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ ഈ കാലത്ത് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, വലിയ പ്രശ്നമാവും എന്ന് പറഞ്ഞപ്പോൾ ഞാനത് തിരിച്ചറിഞ്ഞു, ഇപ്പോൾ വലിയ കുഴപ്പമാണ് എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ എന്തായാലും പോവുകയാണ്, ഡൽഹി പോയി തല്ലുകൊള്ളാൻ പോവുകയാണ് എന്ന് തീരുമാനിച്ചു പോകുന്നവരുണ്ട് ചിലർ. അങ്ങനെ 3 മണിക്കൂറിനുള്ളിൽ ഞാൻ ഡൽഹിയിൽ എത്തുമെന്ന് പറഞ്ഞ് ഫ്ലൈറ്റ് ടിക്കറ്റും കാണിച്ചിട്ട് കയറി പോകുന്നൊരു ചെറുപ്പക്കാരൻ. അപ്പോൾ ഇത് താഴെ തട്ടിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളത് തിരിച്ചറിയുന്നുണ്ട്. അത് അടിച്ചമർത്താം എന്നുള്ളതാണ് തൽക്കാലം ആലോചിക്കുന്നത്. ഇപ്പോൾ ആ കൂടെ ഈ പറഞ്ഞതുപോലെ വലിയൊരു വിഭാഗം, ഒരു 90% മാധ്യമങ്ങളും മാധ്യമ പ്രവർത്തകരും ഈ സമരത്തിനെതിരാണ് എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ കേരളത്തിൽ കാണുന്ന ചർച്ചയല്ല ഇന്ത്യയിൽ നടക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് കാര്യമില്ല, ഈ പരമ്പരാഗത മാധ്യമങ്ങൾക്കപ്പുറത്തേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി തുലാസിലാക്കിയ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച എന്ന അത്യന്തം ഗുരുതരമായ പ്രശ്നത്തിൽ പ്രതിഷേധിച്ചാണ് CJP ഉയർന്നു വന്നത്. ആക്ഷേപഹാസ്യ രൂപത്തിൽ തുടങ്ങിയതായിരുന്നിട്ടും CJPയിലൂടെ രാജ്യത്തെ യുവാക്കളുടെ രോഷമാണ് കേന്ദ്ര സർക്കാർ പിന്നീട് കണ്ടത്. എന്നാൽ ഇക്കാലം അത്രയും തങ്ങളുടെ പ്രതിഷേധങ്ങളെ ചെവിക്കൊള്ളാതിരുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ആയിരങ്ങളെ അണിനിരത്തി CJP ഇന്ന് അവരുടെ കരുത്ത് കാണിച്ചു. അതേസമയം ഒരു വശത്ത് CJP നേതാക്കളെ വിളിച്ചു വരുത്തി അവരുടെ ആവശ്യങ്ങൾ കേൾക്കുന്നുണ്ട് എന്ന പ്രതീതി സൃഷ്ടിച്ച കേന്ദ്ര സർക്കാർ മറുവശത്ത് പോലീസിനെ ഉപയോഗിച്ച് പ്രതിഷേധക്കാരെ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചു. ഒരു ജനാധിപത്യ രാജ്യത്ത് സമാധാനപരമായി പ്രതിഷേധിച്ചുകൊണ്ട് തങ്ങളുടെ ആശങ്കകൾ ഭരണകൂടത്തിന് മുന്നിൽ കൊണ്ടുവരാൻ തുനിഞ്ഞ യുവാക്കൾക്ക് മറുപടി ലഭിച്ചത് ലാത്തിവടികൾ കൊണ്ടാണ് എന്നതാണ് ദൗർഭാഗ്യകരം. വിഷയത്തെ ഗൗരവത്തിലെടുക്കാതെ പ്രതിഷേധിക്കുന്നവർക്ക് രാജ്യവിരുദ്ധ ചാപ്പ കുത്താൻ തുനിയുന്നവരും നിരവധിയാണ്. ഇത് അപകടകരവുമാണ്. രാജ്യത്തെ വിദ്യാർത്ഥികളെയും യുവാക്കളെയും ബാധിക്കുന്ന, ചെറുപ്പക്കാരെയും ബാധിക്കുന്ന വിഷയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മൗനം വെടിയേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്നു.